അതുപോലെ നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചടയമംഗലം ഗവൺമെന്റ് MGHSSന്റെ പഠനോത്സവം ആനപ്പാറ ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന തത്സമയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം. കേടത്തായ നൂറ നിങ്ങൾക്കായി മാപ്പിളപ്പാട്ട് പാടാനായി ക്ഷണിക്കുന്നു. നമസ്കാരം. പാടുന്നു ജനകൊടി അടങ്ങലും ഉടയൊരുടടുക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടി ജപതി നടക്കും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോത്തു രസിച്ച് പതിമക്ക് തടുത്തിടുന്നേ റബ്ബിൽ ഉദിവിധി നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരു തനി തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. പല ദേശം പല ഭാഷ പല വേഷമാവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം. പല ദേശം പല ഭാഷ പല വേഷമാവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം. അഖിലരും ഖലിലുള്ള വിളിച്ചല വിളി കേട്ട് അതിർപ്പത്തിൽ നൽകിയത്തിൽ ജനങ്ങൾ ഉരുവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് വഹിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനെ. സഭമറിവാക്കിടക്കവർ സലയുകൾ നടത്തി സ്മരണയിൽ ഹാജറും മമാകാനുമായി വന്നെത്തി. സ്മൃതികളിൽ പകരുന്ന ജലസംസം കുഴിച്ച് സുബ്ഹാനും തസ്ബീഹും തക്ബീറും ഉരുവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനെ. നന്ദി. യോദ്ധാവ്, വിമുക്തി, ടീം, സൗഹൃദ ക്ലബ്ബുകൾ, ORC തുടങ്ങിയ ക്ലബ്ബുകൾ ഊന്നൽ കൊടുക്കുന്നത് മുഖ്യമായും ലഹരിബോധവൽക്കരണവും സ്വഭാവ രൂപീകരണവുമാണ്. ഈ ക്ലബ്ബുകളിലെ അംഗങ്ങൾ നമുക്കായി ഒരുക്കിയിരിക്കുന്ന കൗതുക കാഴ്ചയിലേക്ക് പോകാം. ബസ് വണ്ടി വരുമ്പോൾ നോക്കിയിരുന്നാൽ മതി. ആ കാലത്ത് കളിക്കണം കേട്ടോ. വണ്ടി സാറേ, വണ്ടി വരുമ്പോഴേ ഒന്ന് കൈ കാണിച്ച് കുട്ടികൾക്ക് വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ ഞാനങ്ങനെ പറഞ്ഞു.
സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സമകാലിക സംഭവങ്ങളും നമ്മെ ലഹരിക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത്തരം ചിന്തകൾ പങ്കുവയ്ക്കാനായി SPCയുടെ സൂപ്പർ സീനിയർ കേഡറ്റായ ഷെഹർസാദെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. സമകാലിക സമൂഹത്തെ നരകതുല്യമാക്കുന്ന ഒന്നാണല്ലോ ഇന്ന് നമുക്ക് ചുറ്റും പെരുകിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുൾപ്പെടെയുള്ള ലഹരികളുടെ അനിയന്ത്രിതമായ ഉപയോഗം. ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന മൂലം ആർക്കാണ് അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നത്? അയാൾക്ക് മാത്രമാണ്? അതോ അയാളുടെ കുടുംബത്തിന് മാത്രമാണ്? ഒരിക്കലുമല്ല. അയാൾ അടങ്ങുന്ന ആ സമൂഹത്തിന് മുഴുവൻ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നത് നാം ഇന്ന് വാർത്തകളിലൂടെയൊക്കെ കണ്ടറിയുന്ന ഒരു വസ്തുതയാണ്. പല പേരുകളുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഭ്രാന്തന്മാരായി മാറി ക്രൂര പ്രവൃത്തികൾ ചെയ്യുന്ന പിശാചുക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ വാർത്തകൾ നാം ഓരോ ദിവസവും വാർത്തകളിലൂടെ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഈ വാർത്തകൾ കണ്ട് നാം അന്ധാളിച്ചെന്നാൽ മാത്രം മതിയോ? ഒരിക്കലുമല്ല. ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും പറ്റി നാം അറിയുകയും അതിന്റെ ഭാഗമാകുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ ഇരുട്ടുപടർത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നിന്ന് നന്മയുടെ പ്രകാശം പരത്തുന്ന ഒരു പദ്ധതിയാണ് കേരള പോലീസ് വകുപ്പിന്റെ യോദ്ധാവ് എന്ന പദ്ധതി. യോദ്ധാവ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ യുദ്ധമുഖത്ത് അനീതിക്കും അധർമ്മത്തിനും എതിരെ നിന്നുകൊണ്ട് സമൂഹത്തിലെ ധർമ്മത്തെ രക്ഷിക്കുന്ന പോരാളികളെ വളർത്തിയെടുക്കുന്ന ഒരു പദ്ധതിയാണ് യോദ്ധാവ് എന്ന പദ്ധതി. മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയുന്നതിനായി കേരള സംസ്ഥാന പോലീസ് വകുപ്പ് 2022 വിവിധ വകുപ്പുകളുടെ സഹായത്തോടുകൂടി ഈ പദ്ധതി രൂപീകരിച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യനീതി, എക്സൈസ്, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ സഹായത്തോടുകൂടി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കുമെല്ലാം ഇതിന്റെ ഭാഗമാകാം. കൂടാതെ മയക്കുമരുന്നിന് ഇരയായവരെ കണ്ടെത്തുന്നതിനും ഇതിനെതിരായ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനായി ഓരോ സ്കൂളുകളിൽ നിന്നും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള ഒരു അധ്യാപകനെ വീതം തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് 2 ദിവസത്തെ ചിട്ടയായ പരിശീലനം നൽകിയ ശേഷം മയക്കുമരുന്നിന് ഇരയായവരെ കണ്ടെത്തുന്നതിനും ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിനും അവരുടെ സേവനം വിനിയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ 1000 സ്കൂളുകളിൽ നിന്നും 88,000 SPC കേഡറ്റുകളുടെ സേവനവും ഇതിനായി വിനിയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ SPC കേഡറ്റുകളും ഇതിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് വളരെ അഭിമാനകരം തന്നെയാണ്. ലഹരിയുടെ വിപത്തിൽ നിന്നും രക്ഷ നേടാനായി കഴിഞ്ഞ മാർച്ച് മാസം മാത്രം ഈ യോദ്ധാവ് ആപ്പിൽ സഹായം തേടിയത് 5000-ഓളം പേരാണെന്നാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാക്കുന്നത്. ഈ ലഹരിയുടെ കടത്തും വിപണനവും ഒക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി പോലീസിനെ അറിയിക്കാവുന്ന ഒരു വാട്സ്ആപ്പ് നമ്പരും ടോൾ ഫ്രീ നമ്പറുകളും ഒക്കെ പോലീസ് ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആ നമ്പർ. അപ്പോ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തായി മാറിയ ഈ ലഹരിയെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ യോദ്ധാവ് എന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഈ ലഹരിയെ നമുക്ക് ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റേണ്ടതുണ്ട്. അപ്പോ അതിനായി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ലഹരിയെ എല്ലാം തുടച്ചു നീക്കി ഒരു നല്ല സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ പറ്റും എന്ന ആശംസയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലഹരിക്കെതിരായ ചില ചിന്തകൾ നമ്മുടെ രാഷ്ട്രഭാഷയിൽ പങ്കുവയ്ക്കുന്നതിനായി SPC കേഡറ്റായ വരുൺ സന്തോഷിനെ ക്ഷണിക്കുന്നു. आप सभी का मेरा नमस्कार। मेरा नाम वरुण संतोष है और मैं 8वीं क्लास में पढ़ता हूँ। मैं यहाँ आपके सामने नशा के बारे में कुछ कहना चाहता हूँ। नशा अभिशाप है पर लोग इसमें बढ़ चढ़कर भाग लेते हैं। नशा की आदत न केवल व्यक्ति को नुकसान पहुँचाती है बल्कि परिवार और समाज को भी प्रभावित करती है। यह मानव स्वास्थ्य, नैतिकता, आर्थिक स्वास्थ्य पर भी बहुत बुरा प्रभाव डालती है। आज के समय में अधिक युवा वर्ग नशा की ओर झुक रहा है। नशीले पदार्थों के उपयोग से व्यक्ति को शारीरिक, मानसिक तथा सामाजिक रूप से हानि होती है। लोग सोचते हैं कि नशा करके उनके सारे दुखों पर पूर्ण विराम लग जाएगा। नशा से कई बीमारियां होती है। नशे के उपयोग से व्यक्ति सही और गलत में फर्क भूल जाता है। किसी भी देश के भविष्य और तरक्की के
लिए नशा सबसे बड़ी रुकावट है। हमें एक अच्छी राष्ट्र बनाने के लिए नशा जैसी चीज को जड़ से उखाड़ना होगा। आज के समय में कई ऐसी समस्याएं हैं जो नशा मुक्ति के लिए अभियान चला रहा है। इसीलिए हमें लोगों को जागरूक करना चाहिए। सरकार को नशा मुक्ति के लिए सख्त कानून लागू करना चाहिए। इसमें समाज को भी सहयोग करना चाहिए। हमें एक सशक्त स्वस्थ नशा मुक्त समाज के निर्माण के लिए सक्रिय रूप से एक साथ मिलना चाहिए। धन्यवाद। അടുത്തതായി നമ്മുടെ യുപിയിലെ കൊച്ചു കൂട്ടുകാരിയായ കാർത്തിക സന്തോഷിനെ ഒരു നാടൻ പാട്ട് പാടാനായി ക്ഷണിക്കുന്നു. പാലോ പാലോ നല്ല നടപ്പാലം അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് പാലോ പാലോ നല്ല നടപ്പാലം അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് അൻ്റമ്മ വിളിക്കേണൊരൊച്ച പോലെ അൻ്റമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ ആയ കഥ ഞാന് ചൊല്ലിത്തരാം അന്നൊരു അറുതി മാസം കള്ളക്കറക്കിടകം തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലം നീ അന്ന് നീ നടക്കണ കാലം അടിവച്ചു വീണ് നടക്കണ കാലം അറുതിക്ക് തീർപ്പ് കലിപ്പിച്ചമ്പ്ര ഉണ്ണീടമ്മേനെ കരുനീറുത്താൻ ഉണ്ണീടമ്മേനെ കരുനീറുത്താൻ എന്തിനാണമ്മേനെ കരുനിർത്തി പകരത്തിനപ്പനന്തേ പോവാഞ്ഞത് എന്തിനാണമ്മേനെ കരുനിർത്തി പകരത്തിനപ്പനന്തേ പോവാഞ്ഞത് മാറത്ത് അന്നെ നടത്തിയെടുത്ത് എന്തിനാണമ്മ കരുവായത് എന്തിനാണമ്മ കരുവായത് പെണ്ണിന്റെ ചോര വീണാലത്രേ പാലത്തിൻ തൂണ് ഉറയ്ക്കുള്ളൂ പെണ്ണിന്റെ ചോര വീണാലത്രേ പാലത്തിൻ തൂണ് ഉറയ്ക്കുള്ളൂ തമ്പ്രാന്റെ വാക്കിന് എതിർവാക്കില്ല എന്റെ കിടാത്തോടെ കൊണ്ടും പോയി നിന്നമ്മ മണ്ണോട് മണ്ണുമായി നിന്നമ്മ മണ്ണോട് മണ്ണുമായി പാലോ പാലോ നല്ല നടപ്പാലം അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് ചടയമംഗലം ഗവൺമെന്റ് MGHS മുൻ വർഷങ്ങളിലേതുപോലെ 2024-25 അധ്യയന വർഷത്തിലും സ്പോർട്സിൽ നിരവധി നേട്ടങ്ങൾ കൊയ്തു. സബ് ജില്ലയിൽ മികവ് പുലർത്തുന്ന മറ്റു വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് പരിമിതമായ എണ്ണം വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചാണ് ഈ
നേട്ടങ്ങൾ കരസ്ഥമാക്കിയതെന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. കായിക രംഗത്തെ നേട്ടങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച അഷ്ടമി അതേപറ്റി നിങ്ങളോട് വിശദമാക്കുന്നു. നമസ്കാരം. ചടയമംഗലം ഗവൺമെന്റ് MGHSS മുൻ വർഷത്തേതുപോലെ 2024-25 അധ്യയന വർഷത്തിൽ സ്പോർട്സിൽ നിരവധി നേട്ടങ്ങൾ കൊയ്തു. സബ് ജില്ലയിൽ കായിക രംഗത്ത് മികവ് പുലർത്തുന്ന മറ്റ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് പരിമിത എണ്ണം വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചാണ് ഈ നേട്ടം കൊയ്തത് എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. സബ് ജില്ലാ നെറ്റ്ബോൾ മത്സരത്തിൽ സീനിയർ ബോയ്സ് സീനിയർ ഗേൾസ് വിഭാഗത്തിൽ പങ്കെടുക്കുകയും ജില്ലാതലത്തിൽ സബ് ജൂനിയർ ബോയ്സ് സെക്കൻഡ് റണ്ണറപ്പ് 2ാം സ്ഥാനം നേടുകയും സംസ്ഥാന തലത്തിലേക്ക് അഷ്ടമി ബേയും ആദിൽ മുഹമ്മദ് എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു. സംസ്ഥാനതല ടെന്നിക്കൽ മത്സരത്തിൽ ആദിൽ പങ്കെടുക്കുകയും 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. സംസ്ഥാനതല ജിംനാസ്റ്റിക് മത്സരത്തിൽ ആദിത്യ പങ്കെടുക്കുകയും ഹൊറിസോണ്ടൽ ബാർ എന്നീ ഇനങ്ങളിൽ 7-8 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. കൂടാതെ സബ് ജില്ലാ തലത്തിൽ ഫുട്ബോൾ സീനിയർ ബോയ്സ് 1ാം സ്ഥാനം, ജൂനിയർ ബോയ്സ് 2ാം സ്ഥാനം, കബഡി സീനിയർ ബോയ്സ് 2ാം സ്ഥാനം, ക്രിക്കറ്റ് ജൂനിയർ ബോയ്സ് 2ാം സ്ഥാനം എന്നിങ്ങനെ കരസ്ഥമാക്കി. സബ് ജില്ലാതല അത്ലറ്റിക് മത്സരങ്ങളിൽ UP കിഡ്സ് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് ജൂനിയർ വിഭാഗത്തിൽ ഓവറോൾ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. എല്ലാ എക്യുപ്മെന്റ്സും ഉള്ള ഒരു പാർക്ക് ലഭിച്ച കൊല്ലം ജില്ലയിലെ 2 സ്കൂളുകളിൽ ഒന്ന് നമ്മുടേതാണ്. അച്ചടക്കവും ചിട്ടയായ പരിശീലനവുമാണ് നമ്മുടെ ഈ നേട്ടത്തിന് കാരണം. നന്ദി. മാതൃഭാഷയുടെ മാധുര്യം മറ്റൊന്നിനുമില്ലെങ്കിലും വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടുക എന്നത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിവിധ ഭാഷാ ചാലകത്തിലൂടെ വിവിധ വിഷയങ്ങളെ പറ്റി സംസാരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ. ആദ്യമായി മൊബൈൽ ഫോണിന്റെ ഉപയോഗവും ദുരുപയോഗവും നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നതിനായി അസാന ഫാത്തിമയെ ക്ഷണിക്കുന്നു. A very warm good evening to one and all present here. Today I am standing in front of you to discuss a topic that has become an integral part of our life, the use and abuse of mobile phones. Mobile phones, once a luxury, has now become a necessity. And we use the mobile phones for different purposes, right? However, like any other tools, mobile phones too have an detrimental effect on our society when misused. We use mobile phones for different purposes, even for videography, right? You all use mobile phones and watch mobile phones. Are you addicted to them? Do you know how you are addicted? How you are being addicted to the mobile phones? Are you addicted to mobile phones? Do you know you are addicted to mobile phones? You see, if you use your mobile phones for an excessive time, it can lead to headaches and eye strains. Why don't you all replay? Right? We can all think about ourselves. Why don't we think about our life when we use mobile phones? It can really affect our mental health, physical health and everything. Right? And many people use their mobile phones while on their bills. They use it for texting and calling and everything. This is a major cause of accidents and fatalities. So, we SPC cadets did something to make them aware about the mobile phones addictions and something. And so, this prolonged use of mobile phones will lead to eye strains. Eyesights, right? And so, moreover, this use can lead to many more causes and diseases. And thank you for listening. Thank you. അടുത്തതായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഝാൻസി റാണിയെ പറ്റിയ ഒരു ഹിന്ദി കവിത ചൊല്ലുന്നതിനായി ആമിന ഫസലിനെ ക്ഷണിക്കുന്നു. नमस्कार, मेरा नाम आमना फजल, मैं 8वीं कक्षा में पढ़ती हूँ। आज मैं आपके सामने हिंदी साहित्य की आज की मशहूर कविता के बारे में झांसी की रानी कविता लेना चाहती हूँ। सुनिए। निर्जला शुष्क सी धरती पर, निर्जला शुष्क सी धरती पर मानवता जब कुंभलाती है, जब कटा डोक अंधियारे में स्वातंत्र कटी गुलाती है, जब नागफनी को पारिजात के सदृश बताया जाता है, जब मानव को दानव होने का बोध कराया जाता है, जब सिंहनाद की जगह श्रृंगालों की आवाज़ें आती है, जब सिंहनाद की जगह श्रृंगालों की आवाज़ें आती है,
जब कौओं के आदेशों पर कोयले बाती हो गाती है, जब अनाजार की परिजाई सुविचार कदाना लगती है, जब कायरता मन कर मिसाल मन को तड़पाने लगती है, तब धर्म युद्ध के लिए हमेशा शस्त्र उड़ाना पड़ता है। देवी हो अथवा देवी रूप धरती पर आना पड़ता है। देवी हो अथवा देवी रूप धरती पर आना पड़ता है। हर कोना बड़ा वीरता से इस भारत की अगनायिका बलिदान रहेगा सदा मरदानी लक्ष्मीबाई का, बलिदान रहेगा सदा मरदानी लक्ष्मीबाई का। धन्यवाद। പാഠ്യവിഷയങ്ങളിൽ പോലെ പ്രാധാന്യമാണ് പാഠ്യേതര വിഷയങ്ങളും. കലാമൂല്യങ്ങൾ ചിന്തയ്ക്കും ക്രിയാത്മക ചിന്തയ്ക്കും ആസ്വാദനത്തിനും വ്യക്തി രൂപീകരണത്തിനും വലിയ പങ്ക് വഹിക്കുന്നു. ഇത്തരത്തിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദി 2024-25 അധ്യയന വർഷത്തിലും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു. ഭാഷാ സെമിനാർ, നാടൻ പാട്ട്, കാവ്യാലാപനം, കവിത, കഥാരചന, ആസ്വാദനക്കുറിപ്പ്, അഭിനയം, ചിത്രരചന തുടങ്ങി 7 ഇനങ്ങളിൽ ചടയമംഗലം സബ് ജില്ലാ തലത്തിൽ നടത്തിയ മത്സരത്തിൽ 5 ഇനങ്ങളിലും നമ്മുടെ കൂട്ടുകാർ സമ്മാനാർഹരായി. അഭിനയത്തിൽ സംസ്ഥാന തലത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. അവരിൽ ചിലരുടെ അവതരണം നമുക്കിവിടെ കാണാം. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ മത്സരമിനമായ നാടൻ പാട്ട് പാടുന്നതിനായി ആർദ്രയെ ക്ഷണിക്കുന്നു. ചിത്തിര കതിരു കണ്ടേ താരാ ചന്ദ്രൻ പൂത്ത പോലെ, അത്തം പൂത്തിറങ്ങി താരാ അഞ്ഞഴിപ്പൂ വിരിഞ്ഞേ. ചിത്തിര കതിരു കണ്ടേ താരാ ചന്ദ്രൻ പൂത്ത പോലെ, തിത്താന്തേതാര തകതീതകതാര, തിത്താന്തേതാര തകതീയത്തിനം ധാര. ചെമ്മാനപ്പൂ വിരിപ്പിൽ ഉത്തരട കളത്തിലെത്തും മാവേലി തമ്പുരാനെ. ചെമ്മാനപ്പൂ വിരിപ്പിൽ പണ്ടുത്തരടം പിറന്നേ, ഉത്തരട കളത്തിലെത്തും മാവേലി തമ്പുരാനെ. എന്തെല്ലാം കാഴ്ചയുണ്ട് കഥ കണ്ടെന്ന് തന്തോയിക്കാം, കൊട്ടും കുരവയുണ്ട് താര ഒട്ടേറെ ഘോഷമുണ്ട്. എന്തെല്ലാം കാഴ്ചയുണ്ട് താര കണ്ടെന്ന് തന്തോയിക്കാം, കൊട്ടും കുരവയുണ്ട് താര ഒട്ടേറെ ഘോഷമുണ്ട്. തിത്താന്തേതാര തകതൈതകതാര, തിത്താന്തേതാര തകതീയത്തിനം ധാര. ആരെല്ലാം പോരുന്നുണ്ട് നാളെ മാവേലിപ്പാട്ട് പാടാൻ, ആരെല്ലാം കൂടുന്നുണ്ട് നാളെ പൊന്നോണക്കൂത്തുകൂടാൻ. ആരെല്ലാം തുള്ളിയാലും താരാ തുള്ളക്കളം നിറയണം, തുള്ളക്കളം നിറഞ്ഞ പോരാ തുമ്പക്കുടം നിറയണം. തിത്താന്തേതാര തകതൈതകതാര, തിത്താന്തേതാര തകതീയത്തിനം ധാര. പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ നന്മതിന്മകളെ വേർതിരിച്ചറിയുകയും ആസ്വദിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അവയിൽ നിന്നും ആവേശം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അത്തരത്തിൽ അത് മനനം ചെയ്യുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി പൂർണ്ണനാകുന്നത്. ഞങ്ങൾ പഠിച്ച പാഠഭാഗങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ വെച്ചാൽ എങ്ങനെയുണ്ടാവും എന്നത് കൗതുകകരമാണല്ലോ. പുസ്തകത്താളിലെ അത്തരം കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയിൽ ജില്ലാതല മത്സരത്തിൽ അവയിൽ 1ാം സ്ഥാനം നേടിയ ശരണ്യെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ ഇങ്ങനെ ആയതിന്റെ കാരണം എന്റെ ഭാര്യയാണ്. നിങ്ങൾക്കറിയണോ അതിന്റെ പിന്നിലെ കഥ? അവളുണ്ടല്ലോ എന്റെ ഭാര്യ, എന്റെ അമ്മയെ വെച്ചമ്മയെ നോക്കാൻ കഴിയില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവളെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. ഒരു നിമിഷം എന്റെ അമ്മ എനിക്ക് ഒരു ഭാരമായി തോന്നി. നിങ്ങൾ എന്നെ ഇങ്ങനെ ഒരു പാപിയായി കാണരുതേ. ആ നോട്ടം അതെന്നെ ഇല്ലാതാക്കുന്നു.
നോക്കേണ്ട, നിങ്ങൾക്കറിയാവുന്ന റഫീഖ് അഹമ്മദിന്റെ അമ്മ തൊട്ടിൽ എന്ന കവിതയിലെ ആ പാവിയായ മകൻ തന്നെയാണ് ഞാൻ എന്റെ അമ്മയെ ഉള്ളയായ സ്നേഹത്തോടെ ഉള്ളിൽ നീർന്ന പിച്ചബോധവുമായി എന്റെ കാറിലേക്ക് പിടിച്ചുകൊണ്ടിരുത്തി. കുറെ ആലോചിച്ചു ഞാൻ എന്റെ അമ്മയെ എവിടെയാണ് ഉപേക്ഷിക്കുകയെന്ന്. അങ്ങനെ ഞാനൊരു തീരുമാനത്തിലെത്തി. പറ്റിയ ഇടം ആ വലിയ മാൾ തന്നെ. അവിടെ ആകുമ്പോൾ ഈ അർദ്ധരാത്രി ആരാണ് ഉണ്ടാവുക? അങ്ങനെ ഞാൻ എന്റെ അമ്മയുമായി അവിടെ എത്തി. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ഒരു പെറ്റി കിടക്കുന്ന തെരുവുപട്ടി എന്നെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. അതെന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ ശ്രമം എനിക്ക് അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. ആ പട്ടി പോലും സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ ഉശിരോടെ നിൽക്കുന്നു. അതുപോലെ ആവില്ലേ എന്റെ അമ്മ എന്നെ പോറ്റിയതും? എനിക്ക് എന്റെ അമ്മയെ അവിടെ ഉപേക്ഷിക്കാനായില്ല. പിന്നീട് ഞാൻ എന്റെ അമ്മയെ കൊണ്ട് പോയത് ജില്ലാശുപത്രിയുടെ ആരും എത്താത്ത ഇരുളടഞ്ഞൊരു ഭാഗത്തേക്കാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ പണ്ട് എനിക്ക് പരിചയം ആ പടികൾ ഓരോന്നായി എന്റെ അമ്മ എന്നെ എടുത്തുകൊണ്ട് ഓടിക്കേറിയതുമെല്ലാം അന്നത്തെ സൂചി പ്രയോഗത്തിന്റെ വേദനയോടെ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇല്ല, എന്റെ അമ്മയെ എനിക്ക് അവിടെ ഉപേക്ഷിക്കാനായില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അടുത്ത ഇടവും ഞാൻ കണ്ടെത്തി. അടുത്തത് ഞാൻ പഠിച്ച എന്റെ വിദ്യാലയമുറ്റമായിരുന്നു. ഇപ്പോൾ ആരുമില്ലാത്ത എന്റെ വിദ്യാലയമുറ്റം. പക്ഷേ അവിടെ എത്തിയപ്പോൾ പണ്ട് ആദ്യമായി അമ്മ എന്നെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയതും എനിക്ക് പുത്തനെടുപ്പും പുസ്തകങ്ങളും ബാഗും കുടയും എല്ലാം വാങ്ങിത്തന്നതും ആ ദിവസം മുഴുവൻ കരയുന്ന എന്നെയും കാത്ത് അമ്മ ആ മതിലിന് പുറത്ത് നിന്നതും എല്ലാം എന്റെ മനസ്സിലേക്ക് എത്തി. എങ്ങനെയാണ് എന്റെ അമ്മ ഞാൻ അവിടെ ഉപേക്ഷിക്കുക? അങ്ങനെ പുതിയൊരു സ്ഥലം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അമ്മ എപ്പോഴും പോകാറുണ്ടായിരുന്ന ഓർമ്മ നശിക്കും വരെ എന്നെ ഒന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞ ആ അമ്പലത്തിലേക്ക് ആരും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ ഞാൻ എന്റെ അമ്മയെ കൊണ്ട് അമ്പലത്തിലേക്ക് പോയി. എന്നാൽ അമ്പലത്തിന്റെ പുറത്ത് ആരോ നടക്കുന്നതാ എനിക്ക് തോന്നി. ആരായിരിക്കാം അത്? ഈ അനീതി കണ്ട ദൈവമോ? ഇതോ ഇനി എന്റെ മനസാക്ഷിയോ? അറിയില്ല. എന്റെ അമ്മയെ എനിക്ക് അവിടെ ഉപേക്ഷിക്കാനായില്ല. ആ സമയം പ്രകൃതിയിലേക്കും എന്റെ മനസ്സിലേക്കും ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് ഞാൻ അമ്മയിലേക്ക് അമ്മയെ അങ്ങ് തിരിഞ്ഞു നോക്കി. എന്റെ മനസ്സിലുള്ള അമ്മയുടെ ഓർമ്മകൾ പോലെ അമ്മയുടെ ശരീരം ആകെ തണുത്ത് ഉറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഞാൻ അമ്മയൊന്ന് പതുക്കെ തൊട്ടു. പൂർണ്ണമായി വലത്തേക്ക് ചരിഞ്ഞ് മയങ്ങുകയായിരുന്നു. അപ്പോ എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഉറക്കത്തിലായിരുന്നു എന്റെ അമ്മ എന്ന്. ഒരുപക്ഷെ അന്ന് അവളുടെ വാക്ക് ഞാൻ കേട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ അമ്മ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. എനിക്കിനി എന്താണ് ചെയ്യാൻ കഴിയുക? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ പാപിയാണ്, മഹാപാപി. നൊന്ത് പ്രസവിച്ച് എന്നെ ഞാനാക്കി എന്റെ അമ്മ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായില്ലേ? നിങ്ങൾ ഒരിക്കലും എന്നെ പോലെ ആകരുത്. സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന മക്കളായി നിങ്ങൾ വളരണം. അല്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് സ്വന്തം അമ്മയെയും അച്ഛനെയും ഇല്ലാതാക്കുവാനും ഉപേക്ഷിക്കാനും നടക്കുന്ന മക്കളായി നിങ്ങൾ മാറരുത്. എന്നെ പോലെ നിങ്ങൾ ഒരിക്കലും പാപികളാവരുത്. ഇന്ന് ഞാൻ ചെയ്തത് നാളെ എന്റെ മക്കൾ എന്നോട് ചെയ്യുന്നില്ല എന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. നന്ദി. അടുത്തതായി UP തലത്തിലെ കൊച്ചു കൂട്ടുകാരിയായ ഫാത്തിമ കാവ്യാലാപനത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രശസ്ത കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചനുജൻ എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. ചേതന പോലവേ കാട്ടതല്ലേ ചേച്ചി ചേലണി പാവകളെ ചേറാണ്ടൊരെന്റെ കൈ തൊട്ടുപോയാൽ ഒട്ടുഛേദം വരുമെന്നു ചൊന്നതല്ലേ. എന്തിനെ പിന്നെ നീ എന്റെ മുൻപിൽ ഇമ്മനോഹാരിത വച്ചു തന്നു? തേരോടിക്കാറ്റ്
വർഷങ്ങളിലായി സബ് ജില്ലാ തലം മുതൽ സ്റ്റേറ്റ് തലം വരെ സയൻസ് പ്രോജക്ട് വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി മികവ് തെളിയിക്കുകയും യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം YAP 6.0 ജില്ലാ തലത്തിൽ സെലക്ഷൻ നേടി പ്രൈസ് മണിക്ക് അർഹത നേടുകയും ചെയ്ത മെഡിക്കലായ ആമിനെയും തഹിയും അവരുടെ കണ്ടെത്തലുകൾ ഇവിടെ വിശദീകരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് തഹിയ. എന്റെ പേര് ആമിന. കേരളത്തിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യവും അലങ്കാര സസ്യവുമാണ് ശംഖുപുഷ്പം അഥവാ ക്ലിറ്റോറിയ ടെർനാറ്റ. പ്രശസ്ത സാഹിത്യകാരനായ ടി ഇന്ദുഗോപന്റെ ചിങ്കൽ റോസയും 12 രാജകുമാരന്മാരും എന്ന കഥയില് ശംഖുപുഷ്പത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ശംഖുപുഷ്പം കഴിച്ചാൽ ബുദ്ധി കൂടുമെന്നാണ് പരാമർശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശംഖുപുഷ്പം കൊണ്ടുള്ള ചായയും മറ്റ് പാനീയങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഈ ശംഖുപുഷ്പം ഫുഡിൽ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് അന്വേഷിച്ചാണ് ഞങ്ങൾ റിസർച്ചിലേക്ക് എത്തുന്നത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് ഞങ്ങളെ സ്കൂളിലെ മുൻ ബയോളജി അധ്യാപികയായിരുന്ന ഹരിജ ടീച്ചറുടെ സഹായത്തോടു കൂടി തിരുവനന്തപുരം വിമൻസ് കോളേജിലെ ലാബിൽ അവിടുത്തെ റിസർച്ച് സ്കോളേഴ്സിനൊപ്പം ഞങ്ങളുടെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ലഭിച്ചു. ഞങ്ങള് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും നമുക്ക് സ്റ്റേറ്റിൽ വരെ പോകാനുള്ള അവസരം കിട്ടി. അതിനുശേഷം പിന്നെ YAP സ്റ്റേറ്റ് തലം വരെ പങ്കെടുക്കാനും ക്യാമ്പുകളിൽ പങ്കെടുക്കാനും അവസരം കിട്ടി. YAP എന്ന് പറയുന്നത് 2018 രൂപം കൊണ്ട ഒന്നാണ്. വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ട് ആ പുതിയ ഗവേഷണങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന കേരള സംസ്ഥാന സർക്കാരും കേഡിസ്റ്റും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് YAP എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ലാബിൽ പോയി അവിടെ സ്കോളേഴ്സിനോടൊപ്പം തന്നെയാണ് ചെയ്തത്, റിസർച്ച് ഒക്കെ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായത് ശംഖുപുഷ്പത്തിന് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി, അതായത് ബാക്ടീരിയ നശിപ്പിക്കാനുള്ള ശേഷി ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ UT കാരണമാകുന്ന ബാക്ടീരിയ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അതുപോലെ തന്നെ ഫുഡ് പോയിസൺ ഉണ്ടാക്കുന്ന ബാക്ടീരിയ നശിപ്പിക്കാനും ഈ ശംഖുപുഷ്പത്തിന് കഴിയുന്നുണ്ട്. നമ്മൾ വെറുതെ കളയുന്ന ഈ ശംഖുപുഷ്പം അങ്ങനെ പല ഉപയോഗങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ കടന്തൽ എന്തെങ്കിലുമൊക്കെ കുത്തിയാൽ ഇതിന്റെ ചാറ് തേക്കുന്നതിലൂടെ അവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് ആന്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട്. ഇത് നമുക്ക് വിപണിയിൽ കൊമേഴ്ഷ്യലി നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ, ഇൻഡസ്ട്രി നമുക്ക് ഒരു ഉപയോഗങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുഡ് കളറായിട്ടും അതുപോലെ തന്നെ കുറച്ച് ഹൈ ലെവലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആന്റിബയോട്ടിക് ആയിട്ട് ഇപ്പോൾ UTIക്ക് കത്തീറ്റർ പോലുള്ള ഉപയോഗിക്കുന്ന രോഗികൾക്കാണ് ഈ പ്രോട്ടിയസ് മിറാബിലസ് എന്ന ബാക്ടീരിയ കൊണ്ട് ഈ രോഗം വരുന്നത്. അപ്പോൾ ഇത് ആന്റിബയോട്ടിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കൊമേഴ്ഷ്യലി നമുക്കൊരു ഫുഡ് കളർ ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അത് മാത്രമല്ല ഇതൊരു മികച്ച പീച്ച് ഇൻഡിക്കേറ്റർ ആണ്. നമ്മുടെ വീട്ടിലുള്ള നാരങ്ങയില് ഇതിന്റെ ചാറ് ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു റോസ് കളറ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ നീര് ആൽക്കലിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രീനിഷ് കളർ കിട്ടും. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച പീച്ച് ഇൻഡിക്കേറ്റർ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഈ റിസർച്ചിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ. അപ്പോൾ ഇതിന് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ YAPയിൽ ചെന്നപ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. YAP ക്യാമ്പിലൂടെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതും എങ്ങനെയാണ് ജനങ്ങൾക്ക് അത് ഉപയോഗപ്രദമാക്കി മാറ്റാൻ സാധിക്കുന്നതും അതിന്റെ മെത്തേഡ്, സ്കാമ്പർ മെത്തേഡ് എന്ന മെത്തേഡൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ ആ റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ക്യാമ്പുകൾ വളരെ ഉപയോഗപ്രദമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റിസർച്ച്. താങ്ക് യു. നന്ദി. YAP പ്രോഗ്രാമിന്റെ BRC തലത്തിൽ തിരഞ്ഞെടുത്ത ക്ലബ്ബ് രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ MG സ്കൂളിലാണ്. YAP 6.0ലും 7.0ലുമായിട്ട് 3 ടീമുകൾ ജില്ലാതലം വരെ എത്തി നിൽക്കുന്നു. കർഷകർക്ക് ഉപകാരപ്രദമായ നേട്ടങ്ങൾ കണ്ടെത്തിയ സിദ്ധാർത്ഥ്, അഹമ്മദ് എന്നിവർ അവരുടെ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. നമസ്കാരം, എന്റെ പേര് സിദ്ധാർത്ഥ്. അപ്പോ ആമിനെ തഹിയും പറഞ്ഞതുപോലെ നമ്മുടെ കേരള സർക്കാരും അതേപോലെ തന്നെ കേഡിസ്റ്റും ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് YAP എന്ന് പറയുന്നത്. YAP എന്ന് വെച്ചാൽ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. അതായത് നമ്മുടെ കേരളത്തില് സ്റ്റുഡൻസ് ഫീൽഡില്, അതായത് പഠിക്കുന്ന കുട്ടികളില് സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്നും നമ്മുടെ മനസ്സിലുള്ള ഐഡിയകളെ നമുക്ക് എങ്ങനെ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യാമെന്നും അതേപോലെ തന്നെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നും
അതിനുവേണ്ടിയുള്ള സഹായങ്ങളും അതേപോലെ തന്നെ ഫണ്ടിങ്ങും അതേപോലെ തന്നെ നമുക്കുള്ള ക്ലാസ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് YEP. ഞാൻ ആദ്യമായിട്ട് YEP എന്ന് പറയുന്നത് കേൾക്കുന്നത് ഇവിടെ ഞാൻ MGHSS പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിലാണ്. ഹരിജ ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് YEPയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഹരിജ ടീച്ചറിന്റെ സഹായത്തോടുകൂടെ അതിലെ ഐഡിയ കൊടുക്കുകയും ഞാനും അഹമ്മദും അതേപോലെ തന്നെ ഫയാസ് ഞങ്ങൾ 3 പേരാണ് ഒരു ടീം. ഞങ്ങൾ 3 പേരും ഒരു ടീം ക്രിയേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഐഡിയ കൊടുക്കുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിലുള്ള ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ടീച്ചർമാരും HMഉം അതേപോലെ തന്നെ എല്ലാവരും PT അംഗങ്ങളായാലും എല്ലാവരും നമുക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും തുടക്കം മുതൽ ഈ സമയം വരെ നമുക്ക് എല്ലാ ആവശ്യത്തിനും കൂടെ നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സഹായങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും എല്ലാത്തിനും കൂടെ നിന്ന അവരാണ്. അപ്പോ നമ്മളെ ഐഡിയ എന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്സ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഹൈഡ്രോപോണിക്സില് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഇപ്പോ കെട്ടിടങ്ങളും എല്ലാം കൂടി വരികയാണ്. അപ്പൊ നമുക്ക് ഹൈഡ്രോപോണിക്സ് നാച്ചുറൽ സൺലൈറ്റിന്റെ ലഭ്യത കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത്രയും സ്പേസ് വേണ്ടി വരും. അപ്പൊ കൂടുതലായിട്ട് ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നത് ബിൽഡിങ്ങിന്റെ അകത്തൊക്കെയാണ്. ഇൻഡോർ ഹൈഡ്രോപോണിക്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻഡോർ ഹൈഡ്രോപോണിക്സ് ചെയ്യാൻ നേരത്ത് നമുക്ക് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺലൈറ്റ് കിട്ടില്ല. അപ്പൊ നമുക്ക് സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മളിപ്പം ആൾറെഡി ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്, ഫുൾ സ്പെക്ട്രം ലൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫുൾ സ്പെക്ട്രം ലൈറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും അതിൽ നിന്ന് കിട്ടും. പക്ഷേ അതിൻ്റെതായ ദോഷവശങ്ങളുണ്ട്. അപ്പൊ ഈ ഫുൾ സ്പെക്ട്രം ലൈറ്റിന് പകരം നമ്മൾ ലേസർ ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ പ്ലാന്റ്സിന്റെ ഓരോ ഗ്രോത്ത് സ്റ്റേജിലും ക്യാമറ സെൻസറായിട്ട് ഉപയോഗിച്ച് AI യൂസ് ചെയ്തിട്ട് ഓരോ ഗ്രോത്ത് ഫേസും ഡിറ്റക്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കറക്റ്റ് വേവ് ലെങ്തില് കറക്റ്റ് അതിനാവശ്യമായിട്ടുള്ള കളർ, ഇപ്പം ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ അല്ലെന്നുണ്ടെങ്കിൽ റെഡ്, അത് ഫോക്കസ് ചെയ്ത് കൊടുത്ത് ഓരോ ലേസേഴ്സിന്റെ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ഐഡിയ ആയിട്ട് കൊടുത്തത്. അത് സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും തിരഞ്ഞെടുത്തു. ഇപ്പോ സ്റ്റേറ്റ് തലത്തിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ തന്നെ ഒരുപാട് ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാമ്പും അതുപോലെ തന്നെ മറ്റുള്ള പല പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ഒരുപാട് ഈ ഐഡിയ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് വളരെയധികം സഹായകരമായ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ ചെറിയൊരു ഐഡിയ ആണ് നമ്മൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിലും ഈ ക്യാമ്പും അതുപോലെ തന്നെ ടീച്ചർമാരുടെ സപ്പോർട്ടും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഐഡിയയുടെ ബേസിൽ ഞങ്ങൾ ഒരുപാട് ഫാർമേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് പോയി മീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് ഒഫീഷ്യൽസിനെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈറ്റിന്റെ ആവശ്യത്തിനായിട്ട് അവരുമായിട്ട് ഓൺലൈൻ സർവേകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഐഡിയ മാക്സിമം നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ടീച്ചർമാർ അതുപോലെ തന്നെ സാറുമാർ HM എല്ലാവരും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടുകൾ എന്തായാലും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഐഡിയ ഇത്രയും ഒരു സ്റ്റേജിൽ എത്തിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ് ലെവൽ സെലക്ഷനിലൊക്കെ വന്ന് നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നാണല്ലോ നാം കേട്ടിട്ടുള്ളത്. വായനയുടെ വാതായനം തുറക്കുന്നതിന് വിശാലമായ ഒരു ലൈബ്രറിയാണ് ഞങ്ങൾക്കുള്ളത്. വിവിധ വിഷയ മേഖലകളിലുള്ള 4000-ലധികം പുസ്തക ശേഖരവും ഉണ്ട്. അതോടൊപ്പം ദിവസേന ക്ലാസ് മുറികളിലെത്തുന്ന ദിനപത്രങ്ങളും ഞങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. വാർത്താ വായനയ്ക്ക് ഓൺലൈൻ ഓഫ്ലൈൻ പരിശീലനവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാറുള്ള മത്സരത്തിൽ സബ് ജില്ലാ, ജില്ലാ, സ്റ്റേറ്റ് തലം വരെ പങ്കെടുക്കാനും സാധിച്ചു. പത്രവായനയിൽ താൽപര്യത്തോടെ പരിശീലനം നടത്തിവരുന്ന ഞങ്ങളുടെ ഫാത്തിമ വാർത്ത അവതരിപ്പിക്കാനായി എത്തും. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമ. പ്രധാന വാർത്തകൾ: ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന ഉറപ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയതായി മന്ത്രി വീണ ജോർജ്. ഇൻസെന്റീവ് വർധനയും കോബ്രാൻഡിങ്ങിലെ കുടിശ്ശിക നൽകുന്നത് പരിശോധിക്കുമെന്ന് JP നദ്ദ പറഞ്ഞതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു.
കേന്ദ്രം തുക വർദ്ധിപ്പിക്കാതെ സംസ്ഥാനത്തിനൊന്നും ചെയ്യാനാവില്ലെന്നും വീണ ജോർജ് വ്യക്തമാക്കി. MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കളഞ്ഞുപോയ സംഭവത്തിൽ വീണ്ടും പരീക്ഷ നടത്താൻ കേരള സർവകലാശാല. ഏപ്രിൽ 7-നാണ് പുനഃപരീക്ഷ നടത്തുക. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ പരീക്ഷാ ജോലികളിൽ നിന്ന് ഡിബാർ ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് മാർച്ച് മാസത്തിൽ എത്തിച്ചേർന്നത് 53 കപ്പലുകൾ. ഇതോടെ ഒരു മാസം 50-ലധികം കപ്പലുകൾ എത്തിച്ചേർന്നു എന്ന നേട്ടമാണ് തുറമുഖം കരസ്ഥമാക്കിയിരിക്കുന്നത്. കൂടാതെ 1,12,562 TEU ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തതെന്ന് മന്ത്രി DN വാസവൻ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ആഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇതുകൂടാതെ മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കുന്നതിനായി കിഫ്ബി സഹായത്തോടെ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇലക്ട്രിക് പോസ്റ്റുകളിലെ പരസ്യ ബോർഡുകൾ, പോസ്റ്ററുകൾ എന്നിവ മാറ്റണമെന്ന് KCB അറിയിച്ചു. വൈദ്യുതി പോസ്റ്റുകളിൽ പരസ്യ ബോർഡുകൾ, പോസ്റ്ററുകൾ എന്നിവ സ്ഥാപിക്കുന്നത് നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു. UP തലത്തിൽ നിന്നും ശിവനന്ദയെ വാർത്താ അവതരണത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ശിവനന്ദ. ഞാൻ ഗവൺമെന്റ് MGHSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടുന്നത് തൊഴിലില്ലായ്മയിലുള്ള നിരാശയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും മൂലമെന്ന് രാഹുൽ ഗാന്ധി. ആശാസമരത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സാഹിത്യകാരി സാറാ ജോസഫ്. ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് ഭേദഗതി എതിർക്കാൻ ഇന്ത്യൻ മുന്നണി. കേരളത്തിന് ആശ്വാസമായി വേനൽ മഴ. എമ്പുരാൻ സിനിമയുടെ പ്രദർശനം അടിയന്തരമായി തടയണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. കായികം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടുന്നത് തൊഴിലില്ലായ്മയിലുള്ള നിരാശയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും മൂലമെന്ന് രാഹുൽ ഗാന്ധി. സമൂഹത്തിൽ അക്രമ സംഭവങ്ങൾ കൂടുകയാണെന്നും യുവാക്കൾക്ക് പ്രതീക്ഷയും പിന്തുണയും ലക്ഷ്യബോധവും നൽകി അവർക്കൊപ്പം നിൽക്കേണ്ടത് അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ആശാസമരത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സാഹിത്യകാരി സാറാ ജോസഫ്. ആശാപ്രവർത്തകരുടെ സമരം അവസാനിപ്പിക്കൂ എന്നും നമ്മുടെയൊക്കെ ചോറിൽ തലമുടി പാറി വീഴുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് സർക്കാരിനെതിരെ തുറന്നടിച്ച് സാറാ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഉണ്ണുന്ന ചോറിലും കുടിക്കുന്ന വെള്ളത്തിലും തലമുടി പാറി വീഴുന്നത് അത്ര സുഖമുള്ള കാര്യമല്ലെന്നും എന്തുകൊണ്ടാണ് ആശമാരുടെ സമരം സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയാത്തതെന്നും സാറാ ജോസഫ് ചോദിക്കുന്നു. ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് ഭേദഗതി എതിർക്കാൻ ഇന്ത്യൻ മുന്നണി. ബില്ലിനെ ഒരേ ശബ്ദത്തിൽ എതിർക്കാൻ ചൊവ്വാഴ്ച പാർലമെന്റ് ഹൌസിൽ ചേർന്ന മുന്നണി യോഗത്തിൽ തീരുമാനമായി. ബില്ലിന്മേൽ സഭയിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാനാണ് ഇന്ത്യൻ മുന്നണി നേതാക്കൾ യോഗം ചേർന്നത്. കേരളത്തിന് ആശ്വാസമായി വേനൽ മഴ. ഇന്നലെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നേരിയ തോതിൽ മഴ ലഭിച്ചു. തലസ്ഥാനത്താകട്ടെ വൈകിട്ട് 1 മണിക്കൂറോളം നേരം കാര്യമായ തോതിൽ മഴ ലഭിച്ചു. വരും മണിക്കൂറിലും നാളെയും കൊണ്ട് സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. നന്ദി, നമസ്കാരം. നമ്മുടെ സർക്കാർ വിദ്യാലയത്തിൽ കുട്ടികളുടെ പഠനം മെച്ചപ്പെടാനായി വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ സർക്കാർ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. അവ പരിചയപ്പെടുത്തുന്നതിനായി 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹിബ ബഷീറിനെ. നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠനത്തിനായി നിരവധി സംവിധാനങ്ങളുണ്ട്. കുട്ടികളുടെ സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങളെ മുൻനിർത്തി എല്ലാ ഭൗതികാധ്യയന സാഹചര്യങ്ങളും ഒരുക്കിയാണ് ഓരോ പൊതുവിദ്യാലയവും പ്രവർത്തിക്കുന്നത്. അവയിൽ ചിലത് ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമതായി ഉച്ചഭക്ഷണ പദ്ധതി. ആഹാരം ഉറപ്പുവരുത്തിക്കൊണ്ട് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഉറപ്പുവരുത്തുന്നു. പച്ചക്കറി കൃഷിയും മില്ലറ്റ് ബോധവൽക്കരണവും അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കുന്ന പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ പ്രഭാത ഭക്ഷണവും നൽകി വരുന്നു.
കൃത്യമായ ഭൗതിക സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടം പണി പൂർത്തീകരിച്ചു വരുന്നു. കുട്ടിശാസ്ത്രജ്ഞരുടെ കൗതുകം ഉണർത്തിക്കൊണ്ടുള്ള പരീക്ഷ നിരീക്ഷണങ്ങൾക്കായി UPക്കും HSനും HSSനും പ്രത്യേകമായ ലാബ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമതായി ബോഡി ഫിറ്റ്നസ് പാർക്ക്. കലാകായിക മേഖലയിൽ ഉള്ളവർക്കും മറ്റും ഉപകാരപ്പെടുന്ന ബോഡി ഫിറ്റ്നസ് പാർക്ക് നമ്മുടെ ജില്ലയിൽ 2 സ്കൂളുകൾക്ക് ഉള്ളതിൽ ഒന്ന് നമുക്കാണെന്ന് അഭിമാനത്തോടെ പറയാം. മൂന്നാമതായി വിവിധ തരം സ്കോളർഷിപ്പുകളും സ്കൂൾ തല പരിശീലനവും. 48,000 രൂപയുടെ NMS സ്കോളർഷിപ്പ് നേടുന്നതിന് പ്രത്യേക പരിശീലനം നൽകി നമ്മുടെ സ്കൂൾ നടന്നു വരുന്നു. ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് NMS സ്കോളർഷിപ്പ് നേടിയത് 2 കുട്ടികളാണ്. എഴുതിയ എല്ലാ കുട്ടികളും ക്വാളിഫൈഡ് ആയെന്നതാണ് അഭിമാനകരമായ ഒരു കാര്യം. സബ് ജില്ലയിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്ന മറ്റു പല വിദ്യാലയങ്ങളും ഈ നിരയിൽ എത്തിയിട്ടില്ലെന്ന് പ്രത്യേകം സൂചിപ്പിക്കാം. നന്ദി, നമസ്കാരം. നമ്മുടെ വിദ്യാലയം കലോത്സവങ്ങളിലും പിന്നോട്ടല്ല. സബ് ജില്ലയിൽ ഇത്തവണ ഓവറോൾ 3ാം സ്ഥാനം നമ്മൾ നേടി. കലോത്സവത്തിലെ ചില ഇനങ്ങൾ നമുക്കിവിടെ കാണാം. ആദ്യമായി ഇംഗ്ലീഷ് പോം ദക്ഷിണ. Good evening to all. Where the mind without fear by Rabindranath Tagore. Where the mind without fear and the head is held high. Where the knowledge is free and the world has not to be broken up into fragments by narrow domestic words. Where the words come out from the depth of truth. Where the tearless striving stretches its arms towards perfection. Where the clear stream of reason has not lost its way into the clearly desert sand of dead habit. Where the mind is led forward into the ever-widening thought and action, into the heaven of freedom, my Father, let my country awake. Thank you. മാപ്പിളപ്പാട്ടിനായി ഹിബ ഫാത്തിമയെ ക്ഷണിക്കുന്നു. നമസ്കാരം. കുമരിനുള്ളിൽ പെട്ടനുണ്ടൊരു മാറ്റം, ഉരുകുമങ്കയാൽ ഫാത്തിമ കണ്ടൊരു മാറ്റം, ഉലകിലേകി ചിത്തിരമുത്തിനൊരൂറ്റം, ഉദവിയുണ്ടതാ രണ്ടിനും നിണ്ടൊരു കേറ്റം, കേറ്റം ഇപ്പടി ചെങ്കുടദാന കേട്ടതപ്പടി പൊങ്ങിടുന്നീന കൽബിലേക്കല് മാറ്റിയതീന ചെയ്തമിതിന, കേറ്റം ഇപ്പടി ചെങ്കുടദാന കേട്ടതപ്പടി പൊങ്ങിടുന്നീന കൽബിലേക്കല് മാറ്റിയതീന ചെയ്തമിതിന, സാരമത്തിരുവേദ മന്ദിരമോദി സംസരിക ഹക്കിന്നാ തിരുമന്ദിര സുന്ദര മന്ദിരം ഉത്തരദം സരിസ വീരന്നുത്തരത്തേൻ സുരമാമത്തിര സാരസമാഹത്തിലധികൃതമായി കടുത്ത മനമതു കടുപ്പ മുലന്നിടെ വെടുപ്പിൽ ഹിതമഹിതനി തനിസ ഖുർആനിൻ വാക്യം കുളിരാ തിങ്കളുദിവദന താനന്ദിന തന്നിന്നോം തന്നതാനിന്നോം താനാതതിനാനിന്ദം തനതനോം താനം തുതിതന്നോം താനന്ദിന തന്നിന്നോം തന്നതാനിന്നോം താനാതതിനാനിന്ദം തനതനോം താളം തുതിതനോം. ഉമറിനുള്ളിൽ പെട്ടനുണ്ടൊരു മാറ്റം, ഉരുകുമങ്കയാൽ ഫാത്തിമ കണ്ടൊരു മാറ്റം, ഉലകിലേകി ചിത്തിരമുത്തിനൊരൂറ്റം, ഉദവിയുണ്ടതാ രണ്ടിനും നിണ്ടൊരു കേറ്റം, കമറുദീത്തെ മക്കിൽ ഹക്കത വെളിവായി കഥ തരീർത്തവർ ശിർക്കിനെ വിട്ടത് പോലിവായി, കമറുദീത്തെ മക്കിൽ ഹക്കത വെളിവായി കഥ തരീർത്തവർ ശിർക്കിനെ വിട്ടത് പോലിവായി, കടിമ വിണ്ടിടെ അമ്പടം അമ്പടം മുനമേ കഹനിൽ വാർമതിലെങ്കി വിളങ്ങിടും തരമേ, കുരിശിക്കുലമിൽ തലവരെതിർത്തേ തരന്തു മഹിമായി തന്തു പുതുമ, വണങ്ങുലാത്തയും ഉസയും വേണ്ടേ മുഹമ്മദിന്റെ സിഹഭ്രമിത്തെ, ഭ്രമിക്കും മക്കളി കണ്ട് തൊഴിച്ചും ഒത്തിരിയാളെ തിരിച്ചും മിക്കളി തീക്കളി പുറത്തൂടാ, ഭ്രമിച്ചും മിക്കളി കണ്ട് തൊഴിച്ചും ഒത്തിരിയാളെ തിരിച്ചും മിക്കളി തീക്കളി പുറത്തൂടാ, താനന്ദിന തന്നിന്നോം തന്നാതാനിന്നോം താനാതതിനാനിന്ദം തനതനോം താളം തുതിതന്നോ, താനന്ദിന തന്നിന്നോം തന്നാതാനിന്നോം താളം തതിനാനിന്ദം തനതനോം താളം തുതിതന്നോ. ഉമറിനുള്ളിൽ പെട്ടനുണ്ടൊരു മാറ്റം, ഉരുകുമങ്കയാൽ ഫാത്തിമ കണ്ടൊരു മാറ്റം, ഉലകിലേകി ചിത്തിരമുത്തിനൊരൂറ്റം, ഉദവിയുണ്ടതാ രണ്ടിൽ നിണ്ടൊരു കേറ്റം. UP തലത്തിലെ കുട്ടികളും കലാരംഗത്ത് ഒട്ടും പിന്നിലല്ല. ഒരു ഹിന്ദി കവിത ചൊല്ലുന്നതിനായി ഭദ്രയെ ക്ഷണിക്കുന്നു.
नमस्कार। सीधी सादी भाषा और शैली में सहर्ष कल्पनाशीलता और जीवन बिंबों से सजाकर अनूठे गीत हिंदी को दिए श्री हरिवंशराय बच्चन जी की बंगाल का काल नाम कविता से आलापना। वही बंगाल जिस पर सजल घनों की छाया में लहराते खेत धान के दूर दूर तक जहाँ कहीं भी यदि नयनों की जिस पर फैले नदी सरोवर नद नाले पर निर्मल निर्जर सिंचित करते वसुंधरा का आंगन उर्वर जिसमें मुगते बढ़ते तरुवर लेदे दलों से स्वादे फलों से सजे कली कुसुमों से सुंदर वही बंगाल देख जिसे पुलकित नेत्रों से भरे गंध से खदखद सुर से कवि ने गाया राष्ट्रगान वह वंदे मातरम सुजलाम सुफलाम मलयज शीतलाम सस्य श्यामलाम मातरम वंदे मातरम। जोनकपद के उच्च शिखर से राजकुमारी के पदनग तक गिरिगौहर में वन प्रांतरों में मरुस्थलों में मैदानों में खेतों में और खलिहानों में गांव गांव में नगर नगर में डगर डगर में बाहर घर में। धन्यवाद। നമ്മുടെ പഠനോത്സവ വേദിയിലേക്ക് സന്തോഷത്തോടെ കടന്നു വന്ന് നമ്മെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ അശോക് സാറിനെ ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ആദരണീയരായ ഇളമ്പഴന്നൂർ ആനപ്പാറ നിവാസികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷകർത്താക്കളെ, സ്കൂളിൽ നിന്നെത്തിയിട്ടുള്ള അധ്യാപക അനധ്യാപക പ്രിയമുള്ളവരെ, ഇവിടെ നടന്നത് കേവലം ഒരു മാജിക് ഷോ അല്ല എന്ന് മനസ്സിലാക്കണം. കാരണം നമ്മുടെ സ്കൂളിൽ, അതായത് ചടയമംഗലം ഗവൺമെന്റ് MGHSൽ പഠിച്ച് നേടിയ അറിവുകളും അതുപോലെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളും ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഉണ്ടായത്. ചടയമംഗലം പോലുള്ള ഒരു പ്രദേശത്തെ ഒരു സ്കൂളിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ അത് വിവിധ മേഖലകളിലാണ്. പഠനത്തിൽ മാത്രമല്ല, ശാസ്ത്ര സാങ്കേതികത്വം, അതുപോലെ കല, അഭിനയം തുടങ്ങി എല്ലാ മേഖലകളിലും തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ചടയമംഗലത്തെ MGHS. ഈ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് വീടുകളിൽ വന്ന് ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകി നമ്മുടെ കുട്ടികളെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് ക്ലാസ് മുറികളിൽ കാച്ചിക്കുറുക്കി അവർക്ക് നൽകേണ്ടുന്ന വിദ്യാഭ്യാസം, അവരുടെ മനോഭാവം അറിഞ്ഞ് അവരുടെ ബുദ്ധിവികാസത്തിനും മാനസിക വികാസത്തിന്റെയും തോത് മനസ്സിലാക്കി അവരെ ശരിയായ വിദ്യാഭ്യാസ രേഖയിലൂടെ നടത്തിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥാപനമാണ് ചടയമംഗലം MGHS. ഞാനും അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒട്ടേറെ മുന്നേറ്റങ്ങൾ കഴിഞ്ഞു. ആ മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ചടയമംഗലം MGHS മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തുടർച്ചയായിട്ട് 15ാമത്തെ വർഷത്തിലേക്ക്
എല്ലാ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അതുപോലെ ഇവിടെ പറഞ്ഞ് സൂചിപ്പിച്ചു, കലാകായിക രംഗത്ത് ഒക്കെ ഇപ്പോൾ അതിശയമായിട്ട് തോന്നിയത് 2 കുട്ടികൾ ഇവിടെ ശാസ്ത്ര സാങ്കേതിക പ്രോജക്റ്റുകൾ ചെയ്യുന്നു, അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം ലക്ഷങ്ങൾ കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരി കേവലം നമ്മുടെ ഒരു 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള നമ്മുടെ ഈ നാടിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ തലയുയർത്തി നിൽക്കുന്ന MGHS, അത് നമ്മുടെ സ്കൂളാകണം. നാളെ നമ്മുടെ മക്കൾ അവിടെ പഠിക്കണം. അവർക്ക് ഈ നാടിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയണം, ഞാൻ ചടയമംഗലം MGHSലെ വിദ്യാർത്ഥിയാണ് എന്നുള്ളത്. ആ അഭിമാനത്തോടു കൂടിയാണ് ഞാനും ഇവിടെ നിന്ന് പറയുന്നത്. ഞാനും MGHSലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഇവിടെ നിന്ന് സംസാരിക്കാനും എന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്ന രീതിയിൽ ഒരു സർക്കാർ ജോലി ലഭിക്കാനും ഒക്കെ കാരണമായത് ഞാൻ പഠിച്ച എന്റെ സ്കൂളും എന്നെ പഠിപ്പിച്ച അധ്യാപകരും ഞാൻ വളർന്ന സാഹചര്യവും ഒക്കെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ അയച്ച് ശരിയായ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമ്മുടെ എല്ലാ രക്ഷകർത്താക്കളും പങ്കാളികളാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ സന്നിഹിതരായ എല്ലാവർക്കും കൃതജ്ഞത പറയുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകൻ അനസ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ വികസന സമിതിയുടെ അധ്യക്ഷൻ ശ്രീ ശിവദാസൻ സാർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി ശ്രീ കിഴുതോണി അശോകൻ സാർ, ബഹുമാനപ്പെട്ട HM അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഒരു താരതമ്യേന കുട്ടികളുടെ എണ്ണം കുറവായ ഒരു സർക്കാർ വിദ്യാലയം നേടിയെടുത്ത നേട്ടങ്ങൾ ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന വലിയൊരു കർത്തവ്യമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ കുട്ടികൾ കാഴ്ചവെച്ചത്. തീർച്ചയായും സ്വയം പര്യാപ്തരാവുക എന്ന വലിയൊരാശയം അവരെ പഠിപ്പിച്ചെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഓരോ മേഖലകളിലും സ്വയം പര്യാപ്തരായി മാറുക, ഏത് മേഖലയിലെത്തിയാലും മുന്നിലെത്തുക, അതിന് മികച്ച ഉദാഹരണങ്ങളാണ് YIP പോലത്തെ കാര്യങ്ങളിലെ സംസ്ഥാനതല സെലക്ഷനും അതുപോലെ തന്നെ സംസ്ഥാനതല നേട്ടങ്ങൾ, ഒപ്പം കായിക രംഗത്തെ മികവുകളും. ഇത് വീണ്ടും തുടരുകയാണ്. ഇതിന്ന് ആദ്യത്തെ ദിവസമാണ്. ഇതുപോലെ നമ്മളൊരു 5 മേഖലകളിൽ കൂടി ഈ പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഇത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഒരു ദൗത്യം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി അവസാനിക്കുന്നത് നമ്മുടെ സ്കൂളിലെ അഭിമാനമായ SPC ബാൻഡിന്റെ ദേശീയ ഗാനത്തോടു കൂടിയാണ്. ആ ദേശീയ ഗാനത്തിനായി കുട്ടികളെ ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക.
ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്ഥല സൗകര്യം ഒരുക്കി തന്ന സലീം ഇക്കാക്ക്, മേലതിൽ ഷോറിനും, അതുപോലെ തന്നെ ഈ ശബ്ദ സൗകര്യം തന്ന സ്റ്റാർ 11 സ്പോർട്സ് ക്ലബിനും, അതുപോലെ നമുക്ക് ഇരിപ്പിട സൗകര്യങ്ങൾ തന്ന പ്രിയപ്പെട്ട MS പന്തൽ വർക്ക്സ് ഷുഹൈലിനും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുകയാണ്. ചടയമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠനോത്സവത്തിൻ്റെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.